ഫ്രണ്ട്സ്, എനിക്കിവിടെ 1,00,000 രൂപയാണ് അപ്രൂവലായി കിടക്കുന്നത്. അതിൽ 80,000 രൂപ വരെ എനിക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ടും മറ്റും ട്രാൻസ്ഫർ ചെയ്യാം. 20,000 രൂപ ലോക്കാണ്. ഈ ഒരു എമൗണ്ട് എനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ ബിൽ പേയ്മെൻറ്റ് അങ്ങനെ എന്ത് രീതിയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. NBFC ആണ്. വെറും ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിൽ നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോ അന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ കിട്ടാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. പാൻ കാർഡ്, ആധാർ കാർഡ്, ഇത് രണ്ടുമാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു സെൽഫി, അതായത് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തൊരു സെൽഫി കൂടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടത്. ഇനി ഇതിൻ്റെ ലെൻഡിങ് പാർട്ട്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ IDFC ബാങ്ക്, അതുപോലെ SMFG ഇന്ത്യ ക്രെഡിറ്റ്, ലെൻഡ് ബോക്സ്, ഹീറോ ഫിൻകോപ്പ്, നോർത്തേൺ ആർക്ക്, വിവിട്രി ക്യാപിറ്റൽസ്, ക്രെഡിറ്റ് സൈസൺ ഇന്ത്യ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ലെൻഡേഴ്സാണ് ഇതിൻ്റെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 100% RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കിനി വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യുക. OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കും. അത് നമ്മൾ ലോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. I am here for ലോൺസ്, നമ്മൾ ലോണാണല്ലോ നോക്കുന്നത്, നമ്മൾ ജസ്റ്റ് ലോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ളതൊന്നുമല്ല, നമുക്ക് ലോണാണ് നോക്കുന്നത്. പിന്നെ മറ്റ് FD കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലോൺസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ലോൺസ് എന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ നമുക്ക് സാധാരണ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫീ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ SIP EMI എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കാം, അതുപോലെ മറ്റ് പല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ലോണാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ആ ഒരു ലോൺ എന്നുള്ള ആ ഒരു SIP EMI എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവും. ഓക്കെ, അപ് ടു 5 lakhs വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ലക്ഷം വരെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. വാലിഡ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എമൗണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നല്ല അത്യാവശ്യം ഭേദപ്പെട്ട ഇൻട്രസ്റ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അത് സബ്മിറ്റ് ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഒന്ന് ജസ്റ്റ് എഗ്രി ചെയ്ത് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ നെയിം കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അത് ഇതിൽ ബ്ലാങ്ക് ആയിട്ടാണ്, ബ്ലാക്ക് സ്ക്രീനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ അത്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. പർപ്പസ് ഓഫ് ലോണ്, മാരീഡ് ആണെങ്കിൽ മാരീഡ്, ജെൻഡർ, നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ നമ്മുടെ അഡ്രസ്സ്, പേഴ്സണൽ ഇമെയിൽ ID, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ലോഡ് ആവുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങൾ, നമ്മൾ പാൻ കാർഡൊക്കെ ഓൾറെഡി ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഓക്കെ, എനിക്കിവിടെ 2 ലക്ഷം, അപ് ടു 2 ലക്ഷമാണ് ഇതിൽ ലോക്ക് ആയിട്ടുള്ളത്, അൺലോക്ക് ആയിട്ടുള്ളത് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2.7%, 7.5% പലിശ കാര്യങ്ങളൊക്കെയാണ് ഓഫറൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ ശേഷം I accept, നിങ്ങൾക്ക് ആ ഒരു ഓഫർ അൺലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം I accept എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്തുകൊണ്ടും ഇതാക്കാം, അല്ലെങ്കിൽ UPI ആപ്സ്, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ടെങ്കിൽ വെരിഫൈ വിയ അതർ UPI ആപ്സ് വഴി നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ മാനുവലിയാണ് എൻ്റർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം അക്കൗണ്ടിൻ്റെ IFSC നമ്പർ, IFSC കോഡ് ഉണ്ടാവുമല്ലോ, ആ IFSC കോഡും കൂടെ അവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിൽ ചേഞ്ച് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും IFSC കോഡും എൻ്റർ ചെയ്യാം. ഞാനത് എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്കൊരു എന്താ പറയുക നാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി നാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് ഉണ്ടല്ലോ, ATM കാർഡ് വഴിയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ATM കാർഡാണ് കുറച്ചുകൂടെ എളുപ്പം. മറ്റേ നമ്മൾ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യേണ്ട കുറച്ച് ആവശ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡെബിറ്റ് കാർഡ് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഇത് നാച്ച് എമൗണ്ട് വരുന്നതൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വെരിഫൈ യൂസിങ് ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ഇവിടെ യൂസർ ഐ ഡി ഞാൻ എൻ്റെ നെറ്റ് ബാങ്കിങ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാൻഡേറ്റ് കാര്യങ്ങൾ 1,00,000 റുപ്പീസിൻ്റെ മാൻഡേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൊടുത്ത് നമുക്ക് കൺഫേം കൊടുക്കാം. അപ്പം മാൻഡേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കൺഫേം ആയി അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ഫെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് ആവുന്നതാണ്. പിന്നെ മാൻഡേറ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്. മാൻഡേറ്റ് അപ്രൂവൽ ഓട്ടോമേഷൻ എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്രൂവൽ ആയി. ഓക്കെ, ഇപ്പം 3 പ്രോസസ് നമ്മൾ ചെയ്തു. പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഓഫർ അൺലോക്ക് ആയി. അതിനുശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ടും നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ലോൺ ആപ്ലിക്കേഷൻ ലോൺ കിട്ടാനുള്ള കുറച്ച് പ്രോസസ്സാണ്. അത് അക്കൗണ്ടിലേക്ക് വരാനുള്ള കുറച്ച് പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നിലവിൽ ഇത്രയും ചെയ്താൽ മതി. ഒരു 3 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ വെരിഫൈ ചെയ്തിട്ട് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ അപ്രൂവൽ ആയി കഴിഞ്ഞു. 1,50,000 രൂപ എനിക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. 2 ലക്ഷമാണ് എനിക്ക് ലിമിറ്റ് കിട്ടിയതെങ്കിലും 1,50,000 രൂപയാണ് എനിക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലോക്ക്ഡ് ആയിട്ട് 50,000 രൂപ ഒരു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഞാൻ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. 1,50,000, 1,60,000 അങ്ങനെ കൂടി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ഡയറക്റ്റ് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ QR കോഡ് വഴി കടകളിലോ അല്ലെങ്കിൽ ഷോപ്സിലോ എനിക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. 100% ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഇത് യൂസ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിത്ഡ്രോ ടു ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത്, ബാങ്കിലോട്ട് വിത്ഡ്രോ ചെയ്യേണ്ടത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1,41,000 രൂപയൊക്കെ ആണെങ്കിൽ 1,50,000 രൂപ വിത്ഡ്രോ ചെയ്യണമെങ്കിൽ 1,41,935 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുക. ഓക്കെ, മാക്സിമം എനിക്ക് അത്രയും രൂപ എനിക്ക് ഇതിൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ളത് ഒരു 50,000 രൂപയൊക്കെ ആണെങ്കിൽ ഒരു 40 സംതിങ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിത്ഡ്രോവൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമമായിട്ട് എനിക്ക് വരുന്നത് 9,900 രൂപയാണ് മിനിമം വിത്ഡ്രോവൽ. അതിൽ കുറഞ്ഞ് എനിക്ക് വിത്ഡ്രോ ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്, അടവ് കാര്യങ്ങളൊക്കെ ഒരു EMI ആയിട്ടാണ്. 24 മാസം, 18 മാസം, 21 മാസം അങ്ങനെ 3 നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നത് 24 മാസമാണ്. അപ്പം 8,386 ഒരു മാസം വരും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ ഡിസ്പേഴ്സൽ എമൗണ്ട് 1,50,000. അതിൽ 7,000 സംതിങ് പ്രോസസ്സിംഗ് ഫീ, പ്രീ EMI എന്ന് പറഞ്ഞ 1,000 രൂപ. ബാങ്കിലോട്ട് 1,41,935 വരും. ഓക്കെ, ഇൻട്രസ്റ്റ് വരുന്നത് 2.50 ആണ്. 24 മാസത്തെയാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. EMI സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോ ആണ്, കുറച്ച് മുമ്പ് ചെയ്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ EMI എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2027 അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ആപ്ലിക്കേഷന് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ.